ശ്രീ ടി കെ ഉണ്ണി, ഇപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടതാണ് നേവിക്ക് കാര്യമായി അവിടെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. കാരണം ഡൈവേഴ്സിന് അങ്ങോട്ടേക്ക് ഇറങ്ങി പരിശോധന നടത്തുന്നതിൽ അടിയൊഴുക്ക് പ്രതിസന്ധിയായിരുന്നു എന്നത്. ഇപ്പോൾ കൂടുതൽ മെഷീനുകൾ എത്തിക്കുന്നു. അത് ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ എന്ന മെഷീൻ എത്തിക്കുകയാണ്. അതായത് ഉപരിതലത്തിൽ പൊങ്ങിക്കിടക്കാവുന്ന തരത്തിലുള്ള മെഷീനാണ് എന്ന് പറയുമ്പോൾ അവിടെ സാധ്യതകൾ തെളിയുകയാണോ? ഡീപ്പ് ഡൈവേഴ്സിന് ആ സംഘത്തിന് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നാണോ നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ഒരു ഡൈവർ എന്ന നിലയിൽ എനിക്കറിയാം എത്രമാത്രം ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ അവിടെ ആ സ്ഥലത്ത് പ്രതികൂലമായ കാലാവസ്ഥയാണ്. പിന്നെ അടിയൊഴുക്ക്, വിസിബിലിറ്റി ഇല്ലായ്മ എല്ലാം നമ്മൾ കണക്കിലെടുത്തുകൊണ്ട് അപകടം നിറഞ്ഞ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് ഡൈവിങ്ങിന് പറ്റിയ ഒരു സമയമല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഒരു പുതിയ നമ്മളെ എക്യുപ്മെന്റിന്റെ കാര്യമാണ്. അതായത് നമുക്ക് മൾട്ടി ബീം സോണാർ എന്ന് പറഞ്ഞ ഒരു എക്യുപ്മെന്റ് ഉണ്ട്. മൾട്ടി ബീം സോണാർ. അത് നമ്മൾക്ക് അണ്ടർ വാട്ടർ സ്കാൻ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനാണ്. അത് അവൈലബിൾ ആണ്. അത് നമ്മൾ അവിടെ ഡൈവറിന്റെ ആവശ്യമില്ല. നമ്മൾ ആ ഡെങ്കി ബോട്ടിൽ ഈ സാധനം എക്യുപ്മെന്റ് സെറ്റ് ചെയ്താൽ ഒരു ടെക്നീഷ്യനും ഉണ്ടാവും. അത് സെറ്റ് ചെയ്തിട്ട് നമ്മള് അതിന്റെ ആ ലൊക്കേഷൻ അവർ തന്നെ നമ്മളെ റഡാറിന്റെ ലൊക്കേഷനും നമ്മളെ മറ്റേ അതിന്റെ ഒരു ലൊക്കേഷൻ തന്നല്ലോ സാറ്. അപ്പൊ ആ 2 ലൊക്കേഷനോ അല്ല 4 ലൊക്കേഷനോ എത്രയായാലും നമുക്ക് കംപ്ലീറ്റ് സ്കാൻ ചെയ്യാൻ പറ്റുന്നതാണ്. 40 മീറ്റർ ചതുരശ്ര മീറ്ററിൽ ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സർക്കംഫറൻഷ്യൽ 40 മീറ്റർ ചുറ്റളവിൽ നമ്മൾക്ക് അടിഭാഗത്തുള്ള എല്ലാ വസ്തുക്കളെയും ഫോട്ടോ സഹിതം ലാപ്ടോപ്പിൽ കിട്ടുന്ന ഒരു സംവിധാനമാണിത്. ഇത് അവൈലബിൾ ആണ്. നമുക്ക് ഈ കാത്തിരിപ്പിന്റെ ഇടയിൽ ഈ കാര്യം കൂടി ചെയ്തു കഴിഞ്ഞാൽ ഡൈവേഴ്സിന് വ്യക്തമായ ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. അത് പറയേണ്ടത് നമ്മളെ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രസാറാണ്, ഇന്ദ്രപാൽ സാർ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ തീരുമാനത്തിനോടാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ നേവിന്റെ കാര്യം, ഡൈവിംഗ് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യം. ഇങ്ങനൊരു ഉപകരണത്തെ കുറിച്ച് താങ്കൾ അദ്ദേഹവുമായി ചർച്ച ചെയ്തിട്ടുണ്ടോ? അത് എന്താണ് അതിലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുള്ളത് ശ്രീ ഉണ്ണി? ഇല്ല, കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഒരു ഡൈവർ എന്ന നിലയിൽ, ഡൈവിംഗ് മാനേജർ എന്ന നിലയിൽ ഞാൻ അന്വേഷിച്ച് കണ്ടുപിടിച്ചതാണ് ഈ ഒരു സംഗതി നമുക്ക് ചെയ്യാൻ പറ്റും. ഞങ്ങൾ ഓഫ് ഷോറിൽ കാര്യമായിട്ട് പൈപ്പ് ലൈനും പിന്നെ സങ്കൺ ഐറ്റം ഡെബ്രീസ് ഇതെല്ലാം തിരയുന്നത് ഈ മെക്കാനിസം കൊണ്ടാണ്. അത് മൾട്ടി ബീം സോണാർ എന്നാണ് അതിന്റെ പേര്. അത് കിട്ടും. നമുക്ക് വെള്ളത്തിൽ ഇറങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് 2 അടി താഴെ മുക്കി വെച്ചാൽ അതിന്റെ എല്ലാ റീഡിങ്ങും അതിൻ്റെ അകത്ത് നമുക്ക് കിട്ടും. ലാപ്ടോപ്പും ഒരു ടെക്നീഷ്യനും മുകളിൽ ഡെങ്കി ബോട്ടിൽ ഇരുന്നാൽ മതി. എന്നിട്ട് നമ്മുടെ നേവി ആർമിയുടെ സപ്പോർട്ടോട് കൂടി മെല്ലെ മൂവ് ചെയ്താൽ ആ ഏരിയ മുഴുവൻ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഒന്ന് മാത്രമല്ല, എത്ര ലൊക്കേഷൻ തരുന്നു അതെല്ലാം മൂവ് ചെയ്തിട്ട് നമുക്ക് കംപ്ലീറ്റ് ഒരു സർവേ നടത്താനുള്ള ഒരു എക്യുപ്മെന്റ് ആണിത്. അത് അവൈലബിൾ ആണ്. വിശാഖപട്ടണത്തുണ്ട്, ബാംഗ്ലൂർ ഉണ്ട്, 2 ഭാഗത്തുണ്ട്. പിന്നെ ഡൽഹിയിലാണ് ഇവർ ഓഫീസ്. ആ നമ്പർ വേണമെങ്കിൽ ഞാൻ അത് റിപ്പോർട്ടറിന് ഷെയർ ചെയ്യാം. എന്നിട്ട് അവിടെ ഒഫീഷ്യലായിട്ട് എനിക്ക് അവരായിട്ട് കോണ്ടാക്ട് ഇല്ല, സാറായിട്ട് എനിക്ക് കോണ്ടാക്ട് ഇല്ല. നേവിന്റെ ആയാലും ആർമി ആയാലും ഒന്നും കോണ്ടാക്ട് ഇല്ല. ഞാൻ മീഡിയയിൽ വന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഇതിലാണ് കറക്റ്റായിട്ട് നമുക്ക് ട്രക്കിന്റെ ഏതെങ്കിലും ഭാഗം പുറത്ത് കാണുകയാണെങ്കിൽ അത് ഫോട്ടോ എടുത്തിട്ട് ആ ഭാഗം നമുക്ക് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്തെല്ലാം സാധനമാണെന്നുള്ളത്. ശരി, മൾട്ടി ബീം സോണാർ എന്നൊരു ഉപകരണമുണ്ട്. അത് മനുഷ്യന്റെ സഹായമില്ലാതെ തന്നെ ജലത്തിനടിത്തട്ടിലുള്ള കാര്യങ്ങൾ അതിൻ്റെ ചിത്രമെടുത്തുകൊണ്ട് കൃത്യമായി തന്നെ വിവരങ്ങൾ നൽകാൻ കഴിയുന്ന ഒരു സംവിധാനമാണ്. അങ്ങനെ ഒരു സംവിധാനം നിലവിലുണ്ട് എന്നാണ് റിട്ടയർഡ് നേവി ഉദ്യോഗസ്ഥനായ ശ്രീ ടി കെ ഉണ്ണി നമ്മളോട് പറഞ്ഞത്.